الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയ 30 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിലുള്ള ചില ന്യായങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്കുള്ള മറുപടിയും ലോകത്ത് വന്ന എല്ലാ റസൂലുമാരും അവർക്ക് അള്ളാഹു നൽകിയ വഹയ് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള വഹയ് നൽകാത്ത ഒരു റസൂലും കഴിഞ്ഞു പോയിട്ടില്ല. എന്നാൽ ആളുകൾ പറയുന്നു അള്ളാഹു തആല മക്കളെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നു. മലക്കൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് പറയുന്നു.
അതൊന്നും ന്യായമല്ല. ആ മലക്കളെല്ലാം അള്ളാഹുവിൻ്റെ മാന്യന്മാരായ അടിമകളാണ്. റബ്ബിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന അടിമകളാകുന്നു അവരാരെങ്കിലും ഞാൻ ഇലാഹാണ് എന്ന് വാദിച്ചാൽ അവർക്ക് അങ്ങേയറ്റം വേദനയേറിയ ശിക്ഷയുണ്ട്, നരകമുണ്ട് എന്ന് അള്ളാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇനി അള്ളാഹുല്ലാത്ത ആരാധിക്കുന്ന, ശിർക്കും കുഫറും സ്വീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല അവൻ്റെ കഴിവിൻ്റെ മഹത്വം, സൃഷ്ടിവൈഭവം അള്ളാഹു ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിൽ. പടച്ച റബ്ബിനെ അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റും? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. കാരണം താഴെ പറയുന്ന ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടികർത്തൃത്വത്തിൽ ചെയ്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനമാർക്കൊന്നും അതിലൊന്നും യാതൊരു പങ്കുമില്ല. എന്നിരിക്കെ എങ്ങനെയാണ് അവയൊക്കെ ആരാധിക്കുക എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്തുകളെല്ലാം അല്ലാഹു തആല പരാമർശിക്കുന്നത്. അവലം യറല്ലദീന കഫറു, അവലം യറ കണ്ടില്ലേ, അവലം യറ കണ്ടില്ലേ, അല്ലദീന കഫറു നിഷേധികളായ ആളുകൾ കണ്ടില്ലേ, അല്ലെങ്കിൽ കാണുന്നില്ലേ? എന്ത് കാണുന്നില്ലേ? അന്നസ്സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയുമൊക്കെ കാനത്താ റത്ഖൻ ഫഫതഖ്നാഹുമാ, അതെല്ലാം ഒന്നായിരുന്നു, ഒട്ടിച്ചേർന്നതായിരുന്നു, അത് ഒറ്റൊന്നായിരുന്നു, അങ്ങനെ നാം അതിനെ പുലർത്തി എന്നവർ കാണുന്നില്ലേ? വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നതും അവർ കാണുന്നില്ലേ? അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും എന്താണ് അവർ വിശ്വസിക്കാത്തത്? അപ്പോൾ റബ്ബിൻ്റെ വലിയ മഹത്വം, അവൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതമാണ് അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു, യഖൂലു തആല മുനബ്ബിഹൻ അലാ ഖുദ്റതിഹി അത്താമ്മ വസുൽത്താനിഹിൽ അളീം ഫീ ഖൽഖിഹി അൽ അശ്യാ, റബ്ബിൻ്റെ അങ്ങേയറ്റത്തെ മഹത്തായ സുൽത്താൻ, അവൻ്റെ അധികാരം, അവൻ്റെ ഖുദ്റത്ത്, പരിപൂർണമായ അവൻ്റെ ഖുദ്റത്തു താമ്മ, പരിപൂർണമായ ഖുദ്റത്ത്, അതേപോലെ വഖഹ്രിഹി ജമീഇൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നതും അവനാണ് എന്നുമൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ആർക്ക്? അൽ ജാഹിദൂന ലിഇലാഹിയതിഹി അൽ ആബിദൂന മഅഹു ഗൈറഹു, അള്ളാഹുവിൻ്റെ ഇലാഹിയത്ത് നിഷേധിക്കുന്ന ആളുകൾക്ക്, അള്ളാഹിൻ്റെ കൂടെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികർത്തൃത്വത്തിലെ മേന്മയെ, മഹത്വത്തെ, അവൻ്റെ ശക്തിയെ എല്ലാം അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവലം യറല്ലദീന കഫറു എന്ന് പറഞ്ഞത്. താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ അള്ളാഹു പ്രത്യേകമായി അഡ്രസ് ചെയ്തത് വിശ്വസിക്കാത്ത ആളുകളെയാണ്. അവലം യറല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, അവർ കാണുന്നില്ലേ, അവർ കണ്ടില്ലേ? അന്നസ്സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയുമൊക്കെ കാനത്താ, അത് രണ്ടുമായിരുന്നു റത്ഖൻ. റത്ഖ് എന്നുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് റത്ഖ് എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അത് നൽകുന്ന വ്യാഖ്യാനം കാണാം. ഇതൊന്നും ഇന്ന് കാണുന്ന അവസ്ഥയിലല്ലാതെ, മഴ പെയ്യാതെ, സസ്യങ്ങൾ മുളക്കാതെ വരണ്ട ഒരവസ്ഥയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് നൽകുന്ന വ്യാഖ്യാനം. മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ കാണാം ഇതെല്ലാം ഇതൊക്കെ കാണൽ ജമീഉ മുത്തസിലൻ ബഅ്ദുഹു ബിബഅ്ദിൻ മുതലാസിഖുൻ മുതറാകിമുൻ, എല്ലാം പരസ്പരം ഒട്ടിച്ചേർന്ന് ഒന്നിനു മീതെ ഒന്നായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. വാസയോഗ്യമല്ലാതെ, കൃഷിയോഗ്യമല്ലാതെ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അതെല്ലാം. ഫഫതഖ ഹാദിഹി മിൻ ഹാദിഹി, അങ്ങനെ ഒന്ന് മറ്റൊന്നിൽ അല്ലാഹു തആല വേർപ്പെടുത്തി. ഫജഅല സമാവാതി സബ്അൻ വൽ അർള സബ്അൻ, അങ്ങനെ അല്ലാഹു ആകാശങ്ങൾ 7 എണ്ണമാക്കി, ഭൂമിയെയും 7 എണ്ണമാക്കി. അങ്ങനെ ഫഫസല ബൈന സമാഇ ദുനിയ വൽ അർളി ബിൽ ഹവാ, അതിനിടയിൽ അല്ലാഹു തആല വായുവിനെ സംവിധാനിച്ചു. ഫഅംതറത്തിസ് സമാ വഅംബതത്തിൽ അർളു, ആകാശം മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി, അതേപോലെ ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം അവർ കാണുന്നില്ലേ? അപ്പൊ ഇന്ന് കാണുന്ന അവസ്ഥയിലായിരുന്നില്ല ആകാശഭൂമികൾ എന്നാണ് ഇതിലേക്ക് നേരെ ആശയം. പിന്നെ അതിനെ അല്ലാഹു തആല വേർപ്പെടുത്തി, അതിനെ വാസയോഗ്യമാക്കി മാറ്റി, വെള്ളം
വരുന്ന രൂപത്തിൽ ആകാശത്ത് അല്ലാഹു തആല സംവിധാനിച്ചു. ഇതെല്ലാം അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. വദാലിക ദലീലുൻ അലാ വുജൂദി സ്വാനിഇൽ ഫാഇലിൽ മുഖ്താർ അൽ ഖാദിരി അലാ മാ യശാ. ഇതെല്ലാം ഉദ്ദേശിച്ചതെല്ലാം ചെയ്യുന്ന ഒരു സൃഷ്ടാവ്, എല്ലാത്തിനും കഴിയുന്ന നിയന്താവ് ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാകുന്നു. അപ്പൊ എല്ലാത്തിലും ഉണ്ട് റബ്ബിന്റെ ദൃഷ്ടാന്തം. ഇതൊന്നും ഈ നിഷേധികളായ ആളുകൾ കാണുന്നില്ലേ? അതാണ് റബ്ബ് ഇവിടെ ചോദിക്കുന്നത്. മാത്രമല്ല വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ഹയ്യായ എല്ലാത്തിനെയും, ജീവനുള്ള എല്ലാത്തിനെയും നാം ഭൂമിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവർ കാണുന്നില്ലേ? വജഅൽനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന്, കുല്ല ശൈഇൻ ഹയ്യിൻ, ഹയ്യായ എല്ലാ വസ്തുക്കളെയും, ജീവനുള്ള എല്ലാത്തിനെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അതും അവർ കാണുന്നില്ല. അപ്പൊ രണ്ട് അത്ഭുതങ്ങൾ പറഞ്ഞു. ഒന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രണ്ട് എല്ലാ ജീവികളുടെയും സൃഷ്ടിപ്പ്. ഇതെല്ലാം അവർ കാണുന്നില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ മകൻ ഇബ്നു ഉമർ, അദ്ദേഹത്തെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആകാശഭൂമികളെ പറ്റി അല്ലാഹ് പറഞ്ഞുവല്ലോ ഫതഖനാഹുമാ എന്ന്, എന്താണ് അതിൻ്റെ ആശയം എന്ന് ഇബ്നു ഉമറിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു. അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞത്, അവിടെ ഇബ്നു അബ്ബാസ് ഇരിക്കുന്നുണ്ട്, നീ ചെല്ല്, അദ്ദേഹമാണ് ഖുർആനിൽ വലിയ അഗാധമായ അറിവുള്ള ആള്. അതുകൊണ്ട് ഇദ്ഹബ്, നീ പോവുക, ഇലാ ദാലിക ശൈഖ് ഫസ്അൽഹു, ആ ശൈഖിനെ പോയി കണ്ട് അദ്ദേഹത്തോട് ചോദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് എന്ന് എനിക്ക് വന്നിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസിന്റെ അടുത്തേക്ക് ഇബ്നു ഉമർ ഇദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവിടെ ചെന്നു അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, കാനത്തിസ് സമാവാത്ത് റത്ഖൻ ലാ തുംതിർ, ആകാശം മഴ പെയ്യാത്ത രൂപത്തിൽ അടഞ്ഞതായിരുന്നു ആകാശം. അതേപോലെ കാനത്തിൽ അർദു റത്ഖൻ ലാ തുംബിത്, ഭൂമിയും വരണ്ട അടഞ്ഞ അഥവാ സസ്യങ്ങളൊന്നും മുളക്കാത്ത രീതിയിലായിരുന്നു ഭൂമിയും ഉണ്ടായിരുന്നത്. പിന്നീട് അല്ലാഹു തആല ഭൂമിക്ക് ചില അവകാശികളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അപ്പോൾ ഭൂമിയെ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാക്കി മാറ്റി, ആകാശം മഴ വർഷിക്കുന്നതാക്കി മാറ്റി. അതാണ് ഈ പറഞ്ഞ കാനത്തറത്തഖൻ ഫഫതഖനാഹുമാ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ചോദിച്ച ആള് ഇത് കേട്ട് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇബ്നു ഉമറിനോട് പറഞ്ഞു. ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് ഇങ്ങനെയാണ് അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അൽ ആന ഖദ് അലിംതു അന്ന ഇബ്നു അബ്ബാസ് ഖദ് ഊതിയ ഫിൽ ഖുർആൻ ഇൽമാ, ഇബ്നു അബ്ബാസിന് ഖുർആനിൽ പ്രത്യേകമായ ഇൽമ നൽകപ്പെട്ടുവെന്ന് എനിക്കിതാ ഇപ്പോൾ ഒന്നുകൂടെ ബോധ്യമായിരിക്കുന്നു. എനിക്കൊക്കെ മുമ്പ് അത്ഭുതമായിരുന്നു, ഞാൻ പറയുമായിരുന്നു, ഇബ്നു അബ്ബാസ് ഒക്കെ ഖുർആൻ ഇങ്ങനെ തഫ്സീർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു. എനിക്കിപ്പോൾ അത് കൂടുതൽ ബോധ്യമായി. നമുക്കാർക്കും ഇല്ലാത്തൊരു ഇൽമ് അദ്ദേഹത്തിന് ഖുർആന്റെ വിഷയത്തിൽ ഉണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ നൽകിയ വിശദീകരണം അതാണ്. പിന്നെ ആധുനികമായ ആളുകളൊക്കെ ഈ ഒരു പൊട്ടിത്തെറിയും ബിഗ് ബാങ് തിയറിയും അതിനൊക്കെ ഈ ആയത്ത് തെളിവായി കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. ആകാശം ഭൂമിയും കൂടെ ഒറ്റൊന്നായിരുന്നു. പിന്നെ ഒരു വലിയ മഹാവിസ്ഫോടന സിദ്ധാന്തം ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഒരു വലിയ വിസ്ഫോടനമുണ്ടായി എന്നും ആ വിസ്ഫോടനത്തിലൂടെ ആകാശം ഭൂമി വേറിട്ടു, അങ്ങനെ ആകാശം പറയും ഭൂമി പറയുമായി എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് മുമ്പുണ്ടായത്. അതിലേക്ക് ഖുർആൻ സൂചന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് പലരും തെളിവായി കൊണ്ടുവരാറുമുണ്ട്. അതാണോ അല്ലേ അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഏതായാലും ഇവിടെ സ്വഹാബിമാർക്ക് നൽകിയ പ്രധാനപ്പെട്ട വിശദീകരണം ഇതാണ്. ഇത് വാസയോഗ്യമല്ലാതെ മഴ വർഷിക്കാത്ത ഒരു വരണ്ട അവസ്ഥയിലായിരുന്നു ആകാശം ഭൂമിക്ക് ഉണ്ടായിരുന്നത്. പിന്നെയാണ് അല്ലാഹു തആല അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. വല്ലാഹു അഅലം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും എന്തേ അവർ വിശ്വസിക്കുന്നില്ല, എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും എന്താണ് അവർക്ക് പിന്നെ പടച്ചറബ്ബെ വിശ്വസിക്കാൻ തടസ്സമുള്ളത്? അത് ജീവനുള്ള എല്ലാം അല്ലാഹു വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്.
എല്ലാത്തിൻ്റെയും അസുല് വെള്ളമാണ്. ജീവനുള്ള എല്ലാത്തിൻ്റെയും അസുല് വെള്ളമാണ്. അവിടെ ജീവൻ നിൽക്കാനും ഒരു അടിസ്ഥാന ഘടകം വെള്ളമാണ്. അതാണ് ജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ. കുല്ല ശൈഇൻ ഹയ്യിൻ, ഹയ്യായ എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഐ കുല്ലു ശൈഇൻ ഖുലിഖ മിൻ മാഇൻ എന്നാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ്. അസ്ല് അതാണ് എന്ന ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? അത് സ്പെഷ്യൽ കേസല്ലേ, അതിന് എതിരാകുന്നില്ല. ഇത് മൊത്തത്തിൽ എല്ലാ ജീവികളുടെയും അസ്ലും, അത് സൃഷ്ടിപ്പാവാം നിലനിൽപ്പുമാവാം. ജീവിക്കാനും വെള്ളം വേണം, ഭക്ഷണം റിസ്ക്കും അതിനെയും അസ്ല് വെള്ളമാണ്. അത് എല്ലാം ഉൾക്കൊള്ളാവാം. വജഅൽനാ എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചത്. അഫലാ യുഅ്മിനൂൻ, അവരെന്താണ് വിശ്വസിക്കാത്തത്? മാത്രവുമല്ല വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം. വജഅൽനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, ഫിൽ അർളി, ഭൂമിയിൽ, റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. റവാസി, റാസിയത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് റവാസി. വൽ ജിബാല അർസാഹ എന്ന് പറഞ്ഞല്ലോ, ഉറക്കുക, ഉറപ്പിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന് അർത്ഥം. അപ്പോൾ ഉറച്ചു നിൽക്കുന്നവ എന്നാണ് നേരെ റവാസി എന്ന വാക്കിനർത്ഥം. ഉദ്ദേശിക്കുന്നത് പർവ്വതങ്ങളാണ്. ജിബാലൻ റവാസി എന്നർത്ഥം. ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. സാധാരണ ഈ ആണിയടിക്കുക, കുറ്റിയടിക്കാനൊക്കെയാണ് സാധാരണ അർസ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇത് അടിച്ചു താത്തുന്ന കുറ്റികൾ സാധാരണ നമ്മൾ പന്തലൊക്കെ കിട്ടുമ്പോഴല്ലോ, പന്തലിടുമ്പോൾ കയറ് വലിച്ചിട്ടാൻ വേണ്ടി ഒരു കുറ്റി അടിച്ച് താഴ്ത്തും. അതിനാണ് ശരിക്ക് അർസ എന്ന പദം ഉപയോഗിക്കുന്നത്. ഈ കപ്പലുകളെ നങ്കൂരമിടുന്നതിന് അത് പറയും. ബിസ്മില്ലാഹി മജ്രഹ വ മുർസാഹ എന്നുള്ള ഖുർആനിൽ നൂഹ് നബിയുടെ കപ്പലിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ കാണാൻ കഴിയും. അതൊക്കെ ഈ പദമാണ്. അപ്പൊ എന്നതുപോലെ പർവ്വതങ്ങളെ അല്ലാഹു തആല ഭൂമിയുടെ ആണികളെപ്പോലെ സംവിധാനിച്ചു. അതുകൊണ്ടാണ് ഇവിടെ റവാസി എന്ന പദം അതിന് ഉപയോഗിച്ചത്. വജഅൽനാ ഫിൽ അർളി, ഭൂമിയിൽ നാം ഉണ്ടാക്കുകയും ചെയ്തു, റവാസിയ, ഉറച്ചു നിൽക്കുന്നവയെ, അഥവാ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം ഉണ്ടാക്കുകയും ചെയ്തു. എന്തിന്? അൻ തമീദ ബിഹിം, അവരെയും കൊണ്ട് ആ ഭൂമി തെറ്റിപ്പോകുമെന്നതിനാൽ, അത് ഇളകിപ്പോകുമെന്നതിനാൽ, ബാലൻസ് ചെയ്യാൻ വേണ്ടി, ആ ഭൂമിയുടെ ബാലൻസിന് വേണ്ടി നാം അവിടെ ആണികളാക്കി പർവ്വതങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു. ഐ തൽതരിബ വതതഹറക എന്നാണ്. ഭൂമി ഇളകുകയും അത് ആകെ ബാലൻസ് സെറ്റുകയും ചെയ്യാതിരിക്കാൻ, ഫലാ യഹ്ലുഹും അലൈഹാ ഖറാർ, അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയിൽ അത് വസിക്കാൻ യോഗ്യമാകുമായിരുന്നില്ല. അപ്പൊ അതിന് പറ്റുന്ന വിധം ആ ഭൂമിയെ അല്ലാഹു തആല പർവ്വതങ്ങൾ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഔത്താദും അതിനെ വത്തിത് ഔത്താദ്, വൽ ജിബാല ഔത്താദ എന്ന് ഉപയോഗിച്ചതാണ് ആണികൾ. വഫിർഔന ദിൽ ഔത്താദ്, അതും അതേ പദമാണ്. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. വജഅൽനാ, നാം ഉണ്ടാക്കുകയും ചെയ്തു, ഫീഹാ, ആ ഭൂമിയിൽ, ഫിജാജൻ, വഴികൾ, സുബുലൻ, പ്രവേശിക്കാവുന്ന വഴിയായി സ്വീകരിക്കാവുന്ന വ്യത്യസ്തമായ വഴികളെ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഭൂമി ഒന്നാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും വഴികൾ, ആ വഴിയിലൂടെ മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്നു. ഈ വഴിക്ക് പോയി എന്നോടത്തേക്ക് എത്താം, ആ വഴിക്ക് പോയി എന്നോടത്തേക്ക് എത്താം. അത് വലിയൊരു അത്ഭുതമാണ്. ശരിക്കും ഭൂമി മൊത്തം ഒരേപോലെയാണല്ലോ, എന്നാലും എല്ലാ സ്ഥലത്തേക്കുമുള്ള വഴികൾ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളതും വലിയൊരു അത്ഭുതമാണ്. ആളുകൾക്ക് ഒരു പ്രദേശത്ത് മറ്റു പ്രദേശത്തേക്ക്, അങ്ങനെ ചെറിയ പ്രദേശങ്ങൾ മുതൽ വലിയ വലിയ രാജ്യങ്ങളടക്കം വിട്ടുകടന്ന് പോകാവുന്ന രൂപത്തിലുള്ള വഴികളെ അല്ലാഹു തആല ഉണ്ടാക്കിയിരിക്കുന്നു. ഇതും റബ്ബിന്റെ വലിയൊരു അത്ഭുതമാണ്. ലഅല്ലഹും യഹ്തദൂൻ, എന്തിനാണ്? അവർക്ക് വഴിയറിയുവാൻ വേണ്ടി. ലഅല്ലഹും യഹ്തദൂൻ, മാർഗം പ്രാപിക്കുവാൻ, അഥവാ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ഉദ്ദേശിച്ച നാട്ടിലേക്ക്, ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താവുന്ന വഴികളെയും നാം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. കടലും പർവ്വതങ്ങളും നദികളും
എല്ലാം ഉണ്ടായിട്ടും അതിലൊക്കെ ഇടയിൽ കൂടിയും അല്ലാഹു തആല ഇവിടേക്കെല്ലാമുള്ള വഴികളെ സംവിധാനിച്ചു തന്നു. അങ്ങനെ കടന്നുപോയി ഏത് രാജ്യങ്ങളിലേക്കും പോകാം, ഏത് പ്രദേശങ്ങളിലേക്കും പോകാം. അതിനെല്ലാം പാകത്തിൽ അല്ലാഹു തആല ഈ ഭൂമിയെ പാകപ്പെടുത്തി തന്നിരിക്കുന്നു. സുബുൽ സബീലിന്റെ ബഹുവചനം, സബീല് മാർഗം, അതിന്റെ ബഹുവചനമാണ് സുബുൽ. ഫിജാജും ശരിക്കും വഴികളാണ്. ഹജ്ജ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അതിന്റെ ബഹുവചനമാണ് ഫിജാജ്. അതോടൊപ്പം നാം ആക്കുകയും ചെയ്തു ആകാശത്തെ സഖ്ഫൻ മഹ്ഫൂള, സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കുകയും ചെയ്തു. സഖഫ് മേൽക്കൂര, റൂഫ് ശരിക്കും സഖഫ് എന്നറിയാം. സഖഫ് റൂഫിലാണ് സഖഫ് എന്ന് ഉപയോഗിക്കുന്നത് ആധുനിക ഭാഷയിൽ. ഒരു മേൽക്കൂര പോലെ അല്ലാഹു തആല ഈ ആകാശത്തെ സംവിധാനിച്ചു. മഹ്ഫൂലൻ സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി അല്ലാഹു തആല ആകാശത്തെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ ഭൂമിയിലുള്ള ആളുകൾക്ക് ഒരു കാവലായി, അവർക്കൊരു സംരക്ഷണമായി, സുരക്ഷയായി ഉയർന്നിരിക്കുന്ന ഒരു കുബ്ബ പോലെ ഒരു സുരക്ഷയായി അല്ലാഹു തആല ആകാശത്തെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ, വഹും പക്ഷേ അവർ അൻ ആയാതിഹാ ഇതിൻ്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരാണ്, അവഗണിക്കുന്നവരാണ്. ഈ വക ദൃഷ്ടാന്തങ്ങൾ പടച്ച റബ്ബിന്റെ ഏകത്വം ബോധ്യപ്പെടാവുന്ന, അവന് മാത്രമാണ് ആരാധ്യനെന്ന് വ്യക്തമാകാവുന്ന, അവനോടെ പ്രാർത്ഥിക്കാവൂ, അവനെ ആരാധിക്കാവൂ എന്ന് വ്യക്തമാകാവുന്ന ദൃഷ്ടാന്തങ്ങൾ ആകാശത്തും ഭൂമിയിലും എല്ലാം അല്ലാഹു തആല ധാരാളം സംവിധാനിച്ചു വെച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ മനുഷ്യർ, അവിശ്വാസികൾ തയ്യാറാകുന്നില്ല. വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ, ആ ആയത്തിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞു കളയുന്നു. അഅ്റള തിരിഞ്ഞുപോയി, അവഗണിച്ചു, പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് അഅ്റള എന്ന വാക്കിന് അർത്ഥം. അതിന്റെ ഇസ്മു ഫാഇലാണ് മുഅ്രിദ്, അതിന്റെ ബഹുവചനമാണ് മുഅ്രിദൂൻ. അവർ അവഗണിക്കുന്നവരാകുന്നു, തിരിഞ്ഞു കളയുന്നവരാകുന്നു, പിന്തിരിയുന്നവരാകുന്നു. ഈ ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങളൊന്നും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകാതെ അതിനൊക്കെ മാറിക്കളയുന്നു എന്ന് അല്ലാഹു തആല കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സമാനമായ പ്രയോഗം പ്രയോഗിച്ച് കാണാൻ പറ്റും. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആകാശഭൂമികളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. യമുറൂന അലൈഹാ, അതിലൂടെ അവർ കടന്നു പോകുന്നു. പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ, അതിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞ് അവഗണിച്ചു പോവുകയാകുന്നു. അവർ ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും മഴയും വെയിലും രാവും പകലും അടക്കം ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ടാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ, ആലോചിക്കാതെ അവരങ്ങനെ അതിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. ഇനിയും അടുത്ത ആയത്തുകളിൽ അല്ലാഹു തആല രാവും പകലും സൂര്യനും ചന്ദ്രനും അടക്കമുള്ള ദൃഷ്ടാന്തങ്ങളെ നമ്മൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولم يرى الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا
وهم عن آياتها معرضون. سبحانك اللهم. السلام عليكم.